നമുക്കിന്നിവിടെ കൊത്തമരയും സ്പ്രിംഗ് ഓണിയനും വെച്ചൊരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. ആദ്യം ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓണിയൻ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ 2 വറ്റൽമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വേറെ ഓണിയനോ അല്ലെങ്കിൽ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി നമ്മൾ കൊത്തമരയും ചേർത്ത് കൊടുക്കും. പിന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. കൊത്തമര ഇട്ട് കൊടുത്തു ഞാനിപ്പോൾ ഇവിടെ. ഇനി കൊത്തമര ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ പൊടിയൊക്കെ എല്ലാത്തും പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മല്ലിയിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ അപ്പോൾ നമ്മുടെ കൊത്തമരയും സ്പ്രിംഗ് ഓണിയനും റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ വീണ്ടും കാണാം.